बहुत अर्जेंट है इसलिए अभी जल्दी बनाया। क्यों मालूम है? ये केरला वाला इन्फ्लुएंसर है, उसका नाम दिलशाद है। 6 दिन का ऊपर हो गया। ये आदमी किधर है कोई आदमी को मालूम नहीं। वो लास्ट ट्रैवल दिया कोलकाता आसाम में। ये आदमी यूट्यूब में लास्ट സുഹൃത്തുക്കളെ, എന്റെ ചെങ്ങായിമാരെ, ഞാൻ എവിടെയും പോയിട്ടില്ലടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വെറുതെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാണ് എന്നൊരു പ്രത്യേക തരം മലപ്പുറം സ്ലാങ് ഭാഷയുമായിട്ട് ദിൽഷാദ് ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വീഡിയോ വഴി വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ വരുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് നെഗറ്റീവായിട്ട് നാട്ടുകാർ പറയുന്ന ഒരു തരത്തിലുള്ള സംഭവം ദിൽഷാദ് എന്ന് പറയുന്ന മനുഷ്യന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, ദിൽഷാദ് മിസ്സിംഗ് ആയ സമയത്ത് സാധാരണയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില ചർച്ചകളുടെ ഭാഗമായിട്ടാണ് രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ട ഒരു ഗതികേട് വന്നത്. ചില ആളുകളൊക്കെ പറയുന്നത് ദിൽഷാദിന് തൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും ദിൽഷാദിന് പഴയതുപോലെ റീച്ച് ഇല്ല, അതുകൊണ്ട് തൻ്റെ യൂട്യൂബിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മൂപ്പര് ഒരു മിസ്സിംഗ് ആയിട്ടുള്ള സംഭവം അഭിനയിക്കുകയാണ്, ഒരു നാടകമാണ് ഇത് എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത്തരം ആളുകളോടാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ദിൽഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ റീച്ച് കൂടിയിട്ട് അവൻ്റെ കുടുംബത്തിക്ക് എന്തെങ്കിലും അരി മേടിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ വീട്ട് പുതുക്കിയ പാടെ ഇതൊന്നല്ല. റീച്ച് കൂടിക്കോട്ടെ, കാരണം ആ റീച്ച് കൂടിയിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആഫ്രിക്കയിലൊക്കെ പോയിട്ട് അവിടെ ടാൻസാനിയയിലും മറ്റൊക്കെയുള്ള അതിദരിദ്രമായിട്ടുള്ള ആളുകൾക്ക് കിണറൊക്കെ കുഴിച്ചു കൊടുക്കുകയാണ്. അവൻ ചെയ്ത ഏറ്റവും ഗംഭീരമായ പ്രവർത്തികളൊന്ന് ഈ കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ള പറഞ്ഞ പരിപാടിയാണ്. ഏതൊരു സ്കൂളുകാരൊക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് കിണർ കുത്തി തരാമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. കാരണം അവിടെ ഫണ്ടില്ല, മനസ്സിലായില്ലേ? ഗവൺമെന്റിന് ഇങ്ങനെ കിണറൊക്കെ കുഴിച്ച് എടുക്കാനും വെള്ളത്തിനുള്ള ഒരു ഫണ്ടൊന്നും അവിടെ കൊടുക്കാനില്ല. കുഴിച്ച വെള്ളമൊക്കെ കിട്ടും. എന്നാൽ അവിടുത്തെ നാട്ടുകാർ അത് ഒരുമിച്ച് കൂടിയിട്ട് അത് അവിടെ കുഴിച്ച് ഒരു സ്കൂളിനുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് അവർ ചെയ്യുക. അത്തരത്തിലുള്ളൊരു സാമൂഹ്യ അവസ്ഥയിലേക്കും ഒരു സാമൂഹ്യ ബോധാവസ്ഥയിലേക്കൊന്നും അവിടുത്തെ ആളുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ദിൽഷാദ് പലപ്പോഴും അത് പറയുന്നുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ, പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും ദിൽഷാദ് തൻ്റെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അവൻ ചെയ്യുന്നൊരു കാര്യം അവിടെ പോയിട്ട് കിണർ കുഴിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഗംഭീര കലാപരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരാൾക്ക് ഇത് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് മുങ്ങുക എന്നൊക്കെ പറയുന്ന പരിപാടി അതൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. സ്വന്തം മോന് അസുഖമാണ്, എനിക്ക് ഇന്ന അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്യുകയും അല്ലെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ പിരിയുന്നു, ഡിവോഴ്സിലേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് രണ്ടുപേരും വീഡിയോ ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് 2 വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നു, പുതിയ ചാനൽ തുടങ്ങുന്നു. അത് രണ്ടും റീച്ചായി കഴിഞ്ഞാൽ ഞങ്ങൾ പിരിയുന്നില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരുമിക്കുക എന്ന് പറയുന്ന നാറിയ കളികളൊക്കെ കളിക്കുന്ന യൂട്യൂബേഴ്സിനെയും ഈ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ദിൽഷാദ് അങ്ങനത്തെ ഒരു മനുഷ്യനേ അല്ല. അദ്ദേഹം സത്യസന്ധമായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നു, അതുമായി പോയിട്ട് വീട് വെച്ചു കൊടുക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തിനാണെങ്കിലും ഒളിച്ചിരിക്കേണ്ട ആവശ്യം എന്താണ്? പേഴ്സണലി അദ്ദേഹത്തിന് ഒരു ഉപകാരമില്ലാത്തൊരു കാര്യമില്ല അതൊക്കെ, അല്ലേ? അത്രയും സമയം കൊണ്ട് 4 വീഡിയോ കൂടി ചെയ്തിട്ട് ആ ഒരു പണം കൊണ്ട് എങ്ങനെ ഒരു പുതിയ ഒരു കിണർ കുഴിച്ചു കൊടുക്കാന്ന് മാത്രം ആലോചിക്കുന്ന മനുഷ്യനാ. അദ്ദേഹത്തിന് സംഭാഷണം നോക്കി നോക്കൂ. ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, ഇവിടേക്ക് എല്ലാ അവരങ്ങനെ പണിക്കാരെ വിളിക്കാനും അല്ലേ? എത്ര വൃത്തിയായിട്ടാണ് ഇതിന്റെ ഒരു തമ്പനയിൽ തന്നെ പറയുന്നത്. ഇന്ത്യ ഒരു കാലഘട്ടത്തിലും അറ്റ്ലീസ്റ്റ് കേരളം മലപ്പുറത്തെ ഒന്നും ഒരു കാലഘട്ടത്തിലും ആഫ്രിക്കക്കാർ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവൻ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതെന്നൊക്കെ പറയുന്നത്. അടുത്ത ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടി ചെയ്തതോ അത്രേ. എന്തിന്? ഇവന് ന്യൂസ് വാല്യൂവിന്റെ ആവശ്യമില്ല. ഇവനെ മാതൃഭൂമി, നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ ഇവനെ തിരിച്ചറിയുകയും ഇവന് വേണ്ടിയിട്ട് ഇവന്റെ ഇന്റർവ്യൂ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഈ ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ടാന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കേരളത്തിലെ വല്ല ലോക്കൽ യൂട്യൂബേഴ്സിനൊക്കെ നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. വണ്ടി എടുത്തിട്ട് ചുമ്മാ സ്വന്തം ഗുണം എന്നത് മാത്രം ആലോചിച്ച് യാത്ര ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അത്തരം ആളുകളെ മാത്രം നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. അതല്ലാതെ ദിൽഷാദിന് അങ്ങനത്തെ വല്ല പരിപാടിയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വളരെ വഷളത്തരമായിട്ടുള്ള ചിന്താഗതികൾ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയായാലും അവസാനമായിട്ട് കാണാതായത് ആസാം എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് പറയുന്നു. അത്ര വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാവുന്ന ഒരു സ്ഥലമല്ല. വളരെ മോശം കാലാവസ്ഥയിലൂടെയാണ് അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മുടെ ഈ മനുഷ്യൻ ഒരു കാരണവശാലും അവിടേക്കൊന്നും എത്തിപ്പെടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പിന്നെ സോണാഗഞ്ച് എന്ന് പറയുന്ന ഒരു ചുവന്ന തെരുവിലൂടെ യാത്ര ചെയ്തതിനെ പറ്റി പറയുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ്.
ഹൈലി ഡേഞ്ചറസ് പീപ്പിളുള്ള ആളുകളാണ്. മനുഷ്യന്മാരെ നമ്മൾക്ക് കാര്യമൊന്നുമില്ല. അവരുടെ വീഡിയോസിൽ മറ്റൊക്കെ ഷൂട്ട് ചെയ്യുക മറ്റൊക്കെ ചെയ്യുക എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലൊക്കെ എന്താണ് അവർ കാട്ടിക്കൂട്ടുക എന്നുള്ള പറഞ്ഞ കാര്യത്തിലൊരു വ്യക്തതയൊന്നുമില്ല. അവിടെ വെച്ചിട്ട് ആ വീഡിയോ ആണ് അവസാനമായിട്ട് ആ മനുഷ്യൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ആ ഒരു ഇതിലെ ഐക്വിറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയാണ് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അത് ആരാണ് എഴുതി എന്നുള്ളതാണ് ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നത്. യാത്ര ടുഡേ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരു ഐക്വിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ക്വിറ്റ് കണ്ടില്ലേ? അത് ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് ഇതാരായിരിക്കും? ഇവൻ്റെ മൊബൈലിൽ ഞാൻ ആരെങ്കിലും തട്ടിയെടുത്തിട്ട് വേറെ ആരെങ്കിലും ചെയ്തതായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനാണ്. എന്തായാലും 6 ദിവസം മുമ്പാണ് അങ്ങനത്തെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴത്തുള്ള കമൻറ്റുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേർട്ട് ടച്ചിങ് ആണ്. ഇവനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥനകളും മറ്റൊക്കെയാണ്. ഞാനങ്ങനെ പ്രാർത്ഥിക്കുക മറ്റുള്ള പരിപാടികളൊന്നും ചെയ്യാത്ത ഒരാളാണ്. അത്ര വലിയൊരു ദൈവവിശ്വാസി മറ്റൊന്നുമല്ല, വലിയൊന്നല്ല അല്ല. പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടും നിങ്ങളോടൊപ്പം ചേർന്നിരുന്ന് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അദ്ദേഹം തിരിച്ചു വരണം എന്നല്ലേ, അതിൻ്റെ അതിൻ്റെ എത്രയോ ഇരട്ടി. കാരണം ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വീഡിയോ പോലും എന്താ പറയുക മിസ് ചെയ്യാതെ കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു വീഡിയോ പോലും മിസ് ചെയ്യില്ല. അടുത്തപ്പോൾ എപ്പോഴേലൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. ചില വീഡിയോസിലൊക്കെ ഞാൻ ആവർത്തിച്ച് കണ്ടിട്ട് ആ കുട്ടികൾ വന്നിട്ട് ഇവനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ ആവർത്തിച്ച് കണ്ടിട്ടുള്ള വീഡിയോകളാണ്. അങ്ങനത്തെ ഉള്ളൊരു മനുഷ്യൻ ഒരു കാരണവശാലും മിസ്സാവരുത് എന്ന് പറയുന്ന നിങ്ങൾ ആഗ്രഹം എത്രത്തോണ്ടോ അതിൻ്റെ ഇരട്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇരട്ടി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ സുഹൃത്തുക്കളെ.